നമ്മള് നോമ്പല്ല വരുന്നേ, അപ്പൊ നമ്മൾ അതിനൊരു ചെറിയൊരു മോട്ടിവേഷൻ, അതിന് നമ്മള് നല്ലൊരു കാര്യങ്ങൾ ഇത് സംസാരിക്കാം. കൊടുക്കാം. നമ്മള് എല്ലാരും ട്രോളും ഒഴിവാക്കാം, എല്ലാ സീനും നിർത്തിയേക്കാം. നോമ്പിന് ഇതന്നെ തുടർന്ന് പോയാൽ പിന്നെ ഇങ്ങനെ നോമ്പറക്കുമ്പോ പിന്നെ തെറുക്കൂ, പിന്നെ ഇതാവൂ, പിന്നെ തെറുക്കൂ. അപ്പൊ ഈ സീൻ ഇപ്പൊ തീർത്ത് കഴിഞ്ഞാല് പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, അത് തന്നെ. അല്ല, ഇന്ന് കടയിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ, എന്താ ഇപ്പൊ ഇന്ന് ഉണ്ടാക്കി അവിടെ സ്പെഷ്യലായിട്ട്? ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ എന്ത് വൈരം ഉണ്ടാക്കാന്? ഞാൻ ഉണ്ടാക്കും, പണി തുടങ്ങിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. നമ്മളെ കോഴിക്കോട് എടി കട്ട്ലേറ്റ് ഇത് ചിക്കൻ റോളൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല. പാക്കറ്റ് ഒന്നിനും പറ്റൂല. ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയതല്ലേ? അല്ല, ഞാൻ ഉണ്ടാക്കിയല്ല, പാക്കറ്റ് വാങ്ങിയല്ലേ. നേരം കൊണ്ട് 2 കിലോ ചിക്കനും വാങ്ങിയിട്ടേ നല്ല ഉസ്താറായിട്ട് ഉണ്ടാക്കാം. അത് ശരി. ഇന്നെന്താണ് ചോറ് അവിടെ ഉണ്ടായിരുന്നത്? ബിരിയാണി ഉണ്ടായിരുന്നോ? ഓരോ ബസ്മതി അരിയും ചിക്കൻ കറിയും പരിപ്പ് താളും മെത്തലെന്താണ് ഈ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് പാകിസ്ഥാനി ഫുഡല്ലേ. എന്താ താനിക്ക് ആമിന, താനിക്ക് എന്താ എഴുതിയ? എണ്ണക്കടി വല്ലാണ്ട് കഴിക്കാൻ നിക്കണ്ടാണ്. എണ്ണക്കടി അതല്ല ഞാൻ പറഞ്ഞത്, യൂസൂന് എന്താ നമ്മളോട് ഇത്ര ഒരു പിന്നെ ഒരു അയാളോട് പോയി ചോദിച്ചോക്കെ, എന്നോടാ ചോദിച്ചിട്ട് എന്താ കാര്യം? ഇജ്ജ് അവിടേക്ക് പോവണ്ട, അയാളെ നമ്മളെ അടുത്തേക്ക് വരുത്തിക്ക, അതല്ലേ നല്ലത്. എടീ, യൂസുവിന്റെ ഡാഷ് വാങ്ങലിട്ടോന്ന് എന്തൊക്കെയോ കമന്റാണ് വരുന്നത്. അത് ഓന്റെ അമ്മന്റെ പൂറ് ഓന്റെ വായിലിട്ടേന്, അതാണ് ചോദിച്ചത്. മനസ്സിലായില്ലേ? എന്തിനാ മക്കൾ ഇങ്ങനെ കേൾക്കാൻ നിൽക്കുന്നു? ഏതെങ്കിലും ഞങ്ങളുടെ ഒരു നല്ലൊരു ഇതായിരുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടത്? കാര്യങ്ങൾ പൈസ എടുക്കാം. ഞങ്ങൾ രണ്ടാളും ഇവിടെ അടുത്തന്നെ ഉണ്ട്. കാര്യങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്താ വേണ്ട ഇപ്പോ? ആടി ഷാർജയില് ഹോട്ടൽ എവിടെയാണേന്നോ? ആരെ? ഷാർജയിൽ തന്നെ. കീലേരി കമന്റ് അടിക്കുന്നുണ്ട്. ആയിഷാമിന, നീ യൂസും ഭയങ്കര ലവ് ആണ്. വെറുതെ കീലേരി എന്നെ തൊള്ളേന്ന് ഇങ്ങനെ ഇതാക്കാൻ നിക്കണ്ടേ, മാന്തിക്കാൻ നിക്കണ്ടേ കീലേരിയെ. അതെ, ഇപ്പൊ ആൾക്കാരാരോ ഏതൊരാൾ കമന്റ് അടിക്കുന്നു, നമ്മുടെ ലൈവ് ഇനി സ്വലാത്തും ദിക്റിനെ ലൈവാക്കാൻ. പിന്നെ ഭയങ്കരമാണ്. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, എന്താ പറഞ്ഞ പ്ലാന്? സ്വലാത്ത് ദിക്റിനെ ലൈവ് ആക്കിയാലോ ആമിന? എടി, അനക്ക് എത്ര ഗിഫ്റ്റ് കിട്ടിയിരിക്കണ് ആമിന? ഗിഫ്റ്റ് ഒന്നല്ല, അത് ഇതാണ്, ഫ്രണ്ട് ആക്കിയതാ. ഈ എന്താ എത്രക്ക് പൊട്ടത്തിയ? എൻ്റെ മേരീഷ്, ഞങ്ങൾ ഇവളോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? എടി, അനക്ക് 28 ഗിഫ്റ്റ് കിട്ടിയിരിക്കണ്. എടി പെണ്ണേ, അത് ഫ്രണ്ട് ആക്കിയതാണ്. എടി, ഇപ്പൊ ഗിഫ്റ്റ് കൂടി വരുന്നു. ഇപ്പൊ കിട്ടിയത് ഗിഫ്റ്റ് 30 ഗിഫ്റ്റ് കിട്ടി നിനക്ക്.
ഉസ്താദ കണക്ക് പിന്നെ എന്താ പറയാ ബട്ടർഫ്ലൈ അടിച്ചിക്കണ്. അനക്ക് 118 കിട്ടിയിരിക്കണ്. പൈസലിക്ക താങ്ക് യു. അനക്ക് 118 കിട്ടിപ്പോ. പോരതൊക്കെ ഇജ്ജൊരു കാര്യം ചെയ്യ്, നാളെ കടയിൽ നിന്ന് വന്നു കഴിഞ്ഞാലോ കുളിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ. കുളിയും കഴിഞ്ഞിട്ടേ നേരെ ഇങ്ങോട്ട് പോരെ. അതെ, യൂസഫിൻ്റെ അളിയന് കമന്റ് ഇട്ടിക്കണ ആയിഷാമിന, ഉസ്താദ് എന്നെ വളച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് ഏതിന്റെ അർത്ഥം? ഉസ്താദ് എന്നെ വളച്ചുകൊണ്ടിരിക്കണാണേന്ന്. ഇന്ന് എത്ര ഗുളിക കഴിച്ചാ? ഒന്നും കൂടി ഉണ്ട്, ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് കുടിക്കാം. കുടിച്ചിട്ട് കിടക്കാ. അള്ളാനെ വിചാരിച്ചു ആമിന, ഗുളിക കുറെ കൂടുതൽ കഴിക്കല്ലേ, പേരാന്ത്. എടി അന്നൊരു അക്കൗണ്ട് വന്ന് വിളിക്കണാണേ, അറിയാം പൈസ എടുക്കാം, തായോളി മോനെ ആയിഷാന്ന്. അതെങ്ങനെ? നീ അങ്ങനെ വിളിച്ചല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഓൾക്ക് ഉറക്കം വന്നിക്കും. എന്തായാലും യൂസ് വന്നിട്ടില്ലല്ലോ, യൂസ് വരാത്ത അവസ്ഥക്ക്.